ഞാൻ ഓഫ് റോഡ് ഒന്ന് ഓടിച്ചു നോക്കിയോടെ. വാസവ കൊണ്ടോ അല്ല പിഒ എനിക്ക് 2 പിക്ക് എന്തോ ഉണ്ട്. ഞാൻ പിഒ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി വാറൊക്കെ കഴിയട്ടെ നമുക്ക് വണ്ടി ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് ഇന്നത്തെ നമുക്കിത് എന്തേലുമൊക്കെ ഇതിനി ഒരു വാറൊക്കെ കളിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കേസ്. പുള്ളി പറഞ്ഞത് എന്ത് സത്യമല്ലേ, നമ്മൾ ഫുൾ ടൈം കാണുന്നത് വണ്ടിയുടെ ബാക്ക് വശമാ. ഈ ഫ്രണ്ടിനേക്കാൾ എന്താ പാപ്പ നമുക്ക് വണ്ടിക്ക് ഇത്രയും റെഡിന്റെ ആവശ്യമില്ല. അല്ല പാപ്പ ഇരുന്നോട്ടെ, കാരണം വേറെ എല്ലാവരുടെയും റെഡ് വേറൊരു റെഡാ. നമുക്കിത് ഇച്ചിരി നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ച് ദൂരത്തു നിന്നാണേലും. പുള്ളി പറഞ്ഞത് എന്ത് കറക്റ്റ് അല്ലേ പാപ്പ, നമ്മൾ എപ്പോഴും കാണുന്ന വണ്ടിയുടെ ബാക്ക് വശം അല്ലേ. അപ്പൊ അവനും പറഞ്ഞായിരുന്നത് സത്യമല്ലേ, ബാക്കാണ് പുള്ളി അടിപൊളിയാക്കി തന്നത്. ഈ സസ്പെൻഷന്റെ മൂവ്മെന്റ് ഒക്കെ നോക്കിയപ്പോ അതുപോലെ. അപ്പൊ ഈ വണ്ടി നിർത്തിയിടുമ്പോഴേ ഇതിന്റെ എക്സോസ്റ്റ് നോസിൽ ഇരുന്ന് അനങ്ങുന്ന കണ്ടിട്ടുണ്ടോ അപ്പൻ? നോക്ക്, അത് ഇത് വൈബ്രേറ്റ് ചെയ്യണുണ്ടോ? എനിക്ക് ഇത് മൊത്തത്തിൽ ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് റിയൽ ലൈഫിൽ ഇതൊരെണ്ണം പണിത് റിയൽ ലൈഫിൽ ഒരു മെക്കയും കൊണ്ട് നടക്കണമെന്ന് ആലോചിച്ച് നോക്കി. അമ്മറൊക്കെ മാറി റിയൽ ലൈഫിൽ ഒരു മെക്കയും കൊണ്ട് നടക്കണത് എന്റെ അമ്മു. സ്നൈപ്പിന് 5 വിക്കണം. എല്ലാവരും നന്നായിട്ട് കളിച്ചടാ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. 13.7 അല്ല 14.2K വാച്ചിങ് ദി സ്ട്രീം. ഡിലേ ഉണ്ടാ, എന്തോ ഒരു ചെറിയ ഡിലേ ഉണ്ടാ ഇന്ന്. എന്ത് നെറ്റ്വർക്കിന് ഓഫ് റോഡ് കൊള്ളാം പാപ്പ. ഇത് എനിക്ക് തോന്നുന്നേ മറ്റേത് കൊണ്ടുവരണ്ട, ഗോഡ്സിലെ ഇടയ്ക്കൊക്കെ കയറ്റിയാൽ മതി. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അപ്പം, 3 വണ്ടി കയറ്റി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് നമുക്ക് ഒരു 4x4 ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞേ. അപ്പൊ ഒരു വാറിന് പോകുമ്പോ ഒന്നെങ്കിൽ ഗോഡ്സിലെ മാത്രം അല്ലെങ്കിൽ ഷിൻ ഗോഡ്സിലെ മാത്രം അങ്ങനെ എടുക്കാൻ പറ്റുമോ? നമുക്ക് ആദ്യമേ നമ്മൾ ചൂസ് ചെയ്യണം ഏതാണെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് ഷിൻ ഗോഡ്സിലെ ഒന്ന് നോർമൽ ഗോഡ്സിലാണ് നമ്മുടെ 4x4. അപ്പോ നമ്മൾ 3 വണ്ടി സിറ്റിക്കകത്ത് കയറ്റി വെച്ചിട്ട് ഇപ്പൊ ഒരു വാറിന് പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്നെങ്കിൽ ഷിൻ ഗോഡ്സിലെ മാത്രം അല്ലെ എല്ലാരും ഗോഡ്സിലെ മാത്രം അങ്ങനെ എടുക്കാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ ഗാരേജിൽ ഒരു 4x4 അവൈലബിൾ ആയിരിക്കും നമ്മൾ പറയുന്ന വണ്ടി. കാർഗോ മാച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. എടാ എനിക്കൊരു 4 സീറ്ററൂടെ പുള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പാപ്പ എനിക്ക് പുള്ളി ഉണ്ടാക്കി തന്ന 4 സീറ്റർ കണ്ടായിരുന്നു അപ്പാപ്പൻ? ഇല്ല, അത് കാണണം അപ്പാപ്പ. അതൊരു സാധനമാ. അതൊരു നമ്മുടെ കൊമ്പൻ മാറിക്കോ. കൊമ്പന്റെ ഒക്കെ മോളിലാ അപ്പാപ്പ. അത് ഒരു ഫംഗ്ഷന് പോവാനും പരിപാടികൾക്കൊക്കെ പോവാനും അതിലും വലിയൊരു വണ്ടി ഇതിനകത്തില്ല. ഇല്ല അപ്പാപ്പ, അത്രയും ഗ്രാൻഡ് ഒരു വണ്ടി ഇല്ല വേറെ. എല്ലാരും വണ്ടി കൊണ്ട് കാണിച്ചാലോ? അവരുണ്ടോ അപ്പൊ അവരെ പിടിച്ചതല്ലോ, അതെന്റെ പേടി. അപ്പൊ അവനൊന്ന് കേറി ആദ്യമേ ഇത് കണ്ടടിച്ചിട്ടാ പേടിയുണ്ടല്ലേ. പോട്ടോ അത് പോട്ടോ. നമ്മളൊരു വീട്ടില് ചോദിക്കാതെ കയറി ചെല്ലുന്ന റെഡിയല്ലോ. ഇത് കണ്ട നിങ്ങൾ? ഇതിന്റെ രണ്ടിന്റെയും ഹൈറ്റ് വ്യത്യാസം കണ്ട? കാണത്തില്ല. വാ, ചിലപ്പോ താഴത്തെ മീറ്റിംഗ് റൂമിലായിരിക്കും. ഓ, ഞാനും ഡ്രസ് തരണോ? നമുക്ക് ചുമ്മാ പോയി ഇത് നോക്കാം. മാസ്ക് വെച്ചിട്ട് ചിലപ്പോ കണ്ടുപിടിക്കും. ഞാൻ ഡ്രസ് ഊരിട്ട് തോമെ പോലെ സംസാരിക്കാം. ഹലോ 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 ആ ഹലോ ഹലോ ഹലോ
ഹലോ എന്തുണ്ട് ഹലോ അപ്പാപ്പോ എന്താണ് പരിപാടി വീട്ടിൽ കന്നിറങ്ങാ അതെ അതെ വീട്ടിൽ ചെറിയൊരു നിങ്ങളുടെ വീട്ടിലേക്ക് കൊള്ളാം പിള്ളേരൊക്കെ അടിപൊളിയാ. ഞാനൊരു പുതിയൊരു പയ്യനെ സിറ്റി കണ്ടേ. അപ്പൊ പുള്ളിക്കാണെങ്കില് ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മുടെ പിള്ളേരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. ഈ പയ്യനെ കണ്ടു. ആ കാലൊന്നും കാലില്ലാത്തവരൊന്നും കൂടെ കൂട്ടാറില്ല കേട്ടോ. ഇത് ഗ്യാങ്ങിലില്ലാത്തവരൊക്കെ ഇവിടെ ബ്രോ അടിഭാഗം ശൂന്യാണല്ലേ? ഈ പയ്യനെ കൂട്ടുന്നു നിങ്ങള്. അയ്യോ അപ്പാപ്പ വിളിച്ചത് വന്നതാണ്. നിങ്ങളെ പുതിയ വണ്ടി കാണിച്ചു തരാന്ന് പറഞ്ഞ്. ഞങ്ങളുടെ പുതിയ വണ്ടി വെളിയിലുണ്ട്, ഒന്ന് വരുമോ? പിന്നെ വരാം. ക്ഷമിക്കണേ, ഞാൻ കാലില്ലാന്ന് അറിയാണ്ട് പറഞ്ഞാണ്. ക്ഷമിക്കണേ. നമുക്ക് കുഴപ്പമില്ല. എന്റെ വിറ്റ് തിരിച്ചൊക്കെ കയറടാ. ബാധ്യതയാണോ ഇതൊക്കെ? ഞങ്ങൾക്ക് ഒരു ബാധ്യതയാ. ഇത് ഗ്ലാസ് ആയിരുന്നു പൊട്ടിയിരുന്നിട്ട് അവിടെ. പക്ഷെ ഇത് ഇതുപോലൊരു ഫോട്ടോ വെക്കണം. പക്ഷെ വെക്കുമ്പോ ഉണ്ടല്ലോ, ഇതില് ടിവിയുടെ ടാഗിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെ എല്ലാരെയും വെക്കണം. ഇതുപോലൊരു ഫോട്ടോ നമുക്ക് വെക്കണം. അവരുടെ വണ്ടി നിങ്ങൾ തുറന്ന് ഇറങ്ങ വാസം ഇങ്ങോട്ട്. ഇത് സ്റ്റക്കായി പോയപ്പോ പുതിയത് ഏതെണ്ണോ? ഈ ഒരു വണ്ടി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ആ മറ്റേതിന് ചെറിയൊരു ബഗ് ഉണ്ട്. ഡോറ് തുറന്ന് കയറുന്നതിന് ഒരു ബഗ് ഉണ്ട്. അപ്പൊ 6x6 അതെ 6x6 കാര്യം പറഞ്ഞേ. 4x4 നമുക്ക് 2 ഉണ്ട്. ഷിൻ ഗോഡ്സിലെയും ഗോഡ്സില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണെ മാറ്റി മാറ്റി കയറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ 2 വണ്ടി ഓരോ ഇതാണ് അവസാനം വരുന്നത്. അവസാനം വണ്ടി ഇതാണ് ഏറ്റവും അവസാനം വന്നത്. വലിയ വണ്ടിയുടെ അതിനൊരു ഡോർ ബഗ് ഉണ്ടോ. അത് ഡോർ ഫിക്സ് ചെയ്യണതേ ഉള്ളൂ. അതിന്റെ ഡോറിന്റെ അവിടെ കേറുന്നിടത്ത് എന്തോ ഒരു ബഗ് ഉണ്ട്. ഒരു സെക്കൻഡ് ഡിലേ പോലെ കേറണം. അതപ്പോ അതൊന്നുകൂടെ ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ ഈ വണ്ടി എത്ര കവർ എടുക്കാട്ടെ? അല്ല പക്ഷെ വേറെ സീനുണ്ട്. ടയറിന് വലുപ്പം കൂടുതലായോണ്ടേ പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കാം. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതിനനുസരിച്ച്. ഈ ടയർ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ദൂരെന്ന് വരുമ്പോഴേ. അപ്പൊ ഈസിക്ക് ടയറിന് അടിക്കാം. ശരിയാ. പിന്നെ കുറച്ച് കൂടുതലല്ലേ? പക്ഷെ ഇത് കോൺസെപ്റ്റ് കാറാണ്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കോൺസെപ്റ്റ് കാറാണ്. നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ഈ വണ്ടിയാണെങ്കിലും നമ്മുടെ പഴയ വണ്ടിയാണെങ്കിലും എല്ലാം ഒരു നമ്മൾ റിയൽ ലൈഫ് കണ്ടിട്ടുള്ള ഒരു സാധനമല്ലേ ഇത്. മറ്റേ ഈ എന്താ പറയാ ഇലക്ട്രിക് ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള ഒരു രീതിയിലത്തെ അതേലത്തെ ഡിസൈൻ. ഇതിന് ഒരു ഫ്രണ്ടിൽ ഒരു B6ന്റെ ഒരു ലുക്ക് ഒക്കെ ഇല്ലേ? ഇത് കൊള്ളാം. പക്ഷെ ബാക്ക് സൈഡ് അടിപൊളിയാണ് കേട്ടോ. ബാക്ക് സൈഡ് ബാക്ക് സൈഡ് നൈസ്. ബാക്ക് സൈഡ് അയ്യോ വിഷയം അത്. ബാക്ക് സൈഡ് ബാക്കാണ് അടിപൊളി. ബാക്ക് വിഷയം. എനിക്കിതിൽ എന്താ ഇഷ്ടപ്പെട്ട അറിയാ, ഈ വണ്ടി എങ്ങനെയാണെങ്കിലും കവർ അടികൊള്ളും. അത് ശരിയാ. പക്ഷെ അങ്ങോട്ടും കാണത്തില്ലടാ. വേറെ കാണാം, പക്ഷെ എന്നാലും നമ്മുടെ അങ്ങോട്ടും ആ ഒരു ഇതില്ല. അതെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഹൈറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ ഈ ടയർ ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക്. അതാ പ്രശ്നം. ഒരു ചക്ക വണ്ടിയിൽ എന്റെ പൊടി നിങ്ങളുടെ മീറ്റിംഗ് നടക്കട്ടെ നടക്കട്ടെ. സന്തോഷം. അത് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും നോക്കാം. മനസ്സിലായോ? നമുക്ക് പ്രശ്നം. അപ്പൊ അവരെ മീറ്റിംഗ് നടക്കട്ടെ. നമുക്ക് പോയിട്ട് നടക്കട്ടെ. നമ്മൾ പോയിട്ട് അതാരാ ഗ്യാങ്ങിലില്ലാത്തതാരാ? മാലിക്കാണോ അത്?
ഓ സുയി മാലിക് ഏത് നമ്മുടെ മറ്റേ പഴയ മാലിക്കോ അഡ്മിൻ മാലിക്കോ? അല്ലല്ല മറ്റേ അട്ടപ്പാടി മാലിക്. അവരുടെ കണക്ട് ഇട്ടിട്ട് സിറ്റി ഫുള്ളാണോ? ഒന്നും നടക്കത്തില്ല. സിറ്റി ഫുള്ളാണല്ലോ. അതാ ഒന്നും നടക്കില്ല. ഓ ആ സന്തോഷം കണ്ടോ സിറ്റിയൊക്കെ ഫുള്ളായപ്പോ? ആ സന്തോഷം മുഖത്തെ ചിരി എനിക്ക് ഇവിടെ കാണാം. അതുപോലെ കത്താതെ പോയാ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല എനിക്ക്. വണ്ടിയൊക്കെ സെറ്റാക്ക്, ആൾക്കാർ കയറുന്ന മുമ്പ്. ഉള്ളവരെ ഓരോ വണ്ടി എടുത്താൽ പോലും 8 വണ്ടി ആവൂല. അതല്ല സർവീസ് ചെയ്യാം. അപ്പൊ ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. ചെയ്യണം. കൊറേ ടെസ്റ്റിങ്ങുകളുണ്ട് അപ്പ. നമുക്ക് ഒരുപാട് ടെസ്റ്റിംഗ് പാസ്സാകാറുണ്ട് വണ്ടി. ഒരുപാട് ടെസ്റ്റിംഗ് പാസ്സാവുന്നുണ്ട്. സുമതി വളവ് പാസ്സാവാൻ നോക്കണം. ആ വളവ് കറക്റ്റ് ആയിട്ട് അത് നോക്കണം. അത് ഫസ്റ്റ് പോട്ടെ സ്പീഡ് പോട്ടെ. ബസ്സോനെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു പാരഷൂട്ട് കൂടെ കൊടുക്കാം. ഇതിന്റെ ടോപ്പ് സ്പീഡ് എത്രയാ അപ്പ? 300 ആയിരിക്കും. 300 ഉണ്ട്. ഞാൻ വണ്ടിക്ക് എല്ലാം 300. ഇതിങ്ങനെ സൈഡിൽ കൂടെ കയറ്റാന്ന് എന്തോ കണ്ടായിരുന്നു ഞാൻ. അത് അത്യാവശ്യം സ്പീഡ് വന്നിട്ട് പതുക്കെ കയറ്റിയത്. അത് സൈഡിൽ കൂടെ അങ്ങനെ കേറുമെന്ന് തോന്നുന്നു അപ്പ. കേറുവോ? കേറുമായിരിക്കും, അറിയത്തില്ല. നോക്കട്ടെ. സുമതി വളവ് അവിടെ പറയും. ജസ്റ്റ് ഒന്ന് കേറാൻ നോക്കട്ടെ. എത്ര സ്പീഡ് പറഞ്ഞു? എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്പീഡ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇല്ല പപ്പ അങ്ങനെ കേറൂല പപ്പ. കേറണ്ടേ? അതല്ലോ ഇനി ഒരു ടണലൂടെ ഇല്ലേ? ഇല്ല, എത്ര ടണലേ ഉള്ളു. പണ്ട് അങ്ങനെ ടണൽ ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പുറത്തുണ്ട് പലേറ്റോ നമ്മളെ ഒറ്റത്തോട്ട് പോകുമ്പോ ഒരു ടണൽ.